എത്ര തേങ്ങയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേസ്. അങ്ങനെ ജിസേൽ പുറത്തായി. എന്ത് ഒലക്കപ്പിണ്ണക്കാണ്. മഹാ ഉടായ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. മഹാ ഉടായ്പ്. ഇപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് കമൻറ്റുകൾ കേസ് ആദ്യം നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. കോപ്പ് നിർത്തി ബിഗ് ബോസ്. ക്വാളിറ്റി ഉള്ളവരെ നിർത്താതെ വാഴകളെ നിർത്തി. കോപ്പിൽ പരിപാടി ആയിപ്പോയി. മിസ് യു ജിസേൽ. കംപ്ലീറ്റ്ലി അൺആക്സെപ്റ്റബിൾ. ഇറ്റ്സ് നോട്ട് ഫെയർ. സച്ച് എ ടോപ്പ് ക്ലാസ് ആൻഡ് സച്ച് എ ജെനുവിൻ പ്ലെയർ. ബ്രിങ് ഹെർ ബാക്ക്. അവളെ കൊണ്ടുവരണം എന്നാണ് കേസ് പറയുന്നത്. ജിസേൽ, ഐ കനോട്ട് ബിലീവ് യു ആർ എവിക്റ്റഡായി ജിസേലിന് നിന്ന് വിശ്വസിക്കാനാവുന്നില്ല. അൺഫെയർ എവിക്ഷൻ. എത്ര പക്വതയോടെയാണ് നിന്നത് പുറത്തായിട്ടും ജിസേൽ. ഗൈസെ അതൊരു ഗംഭീര പോയിൻ്റാണ് കേട്ടോ. ജിസേൽ എവിക്റ്റായിട്ടും പുറത്ത് വന്നിട്ട് എന്ത് രസമായിട്ട് ഇടപഴകണതില്ലേ. അവൾ എത്ര ക്ലാസ് ലേഡി. അപ്പോഴും ഗൈസെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു കേട്ടോ. അതായത് പുറത്ത് വന്ന ഉടനെ അവൾ ലാലേട്ടൻ്റെ അടുത്ത് നിന്നപ്പോൾ ആര്യനോട് സംസാരിച്ചു കേട്ടോ. ആര്യൻ, ദിസ് ഈസ് റിയൽ ലൈഫ് എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അതായത് കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ അവിടെ ഓരോ കളിയൊക്കെ കളിക്കൂലേ, കോപ്പിലെ പരിപാടിയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണോ ഇവള് ചെയ്തിരുന്നത് എന്നൊക്കെ ഞെട്ടിപ്പോയി ഗൈസ്. ആര്യനൊക്കെ അവിടെ ഇരുന്ന് കരീണൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെയല്ല. അപ്പോൾ എന്നുള്ളൊരു സംഗതി തോന്നി ഗൈസ്. എന്താ ചെയ്യുക. ജിസേൽ ഔട്ടായപ്പോൾ അവിടെ ഇരുന്ന ഓഡിയൻസിൻ്റെ വരെ കണ്ണ് നിറഞ്ഞു. ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾ ഗൈസ്. എൻ്റെയും ലവ് യു ജിസേൽ. ജിസേൽ ഫാൻസ് ഉണ്ടോ? പിന്നെന്താ. ഹു ഓൾ സ്റ്റോപ്പ് വാച്ചിങ് ബിഗ് ബോസ് വിത്തൗട്ട് ജിസേൽ പ്ലീസ് ലൈക്ക് ഹിയർ. ജിസേൽ ഇല്ലാത്ത ബിഗ് ബോസ് കാണൂലെന്ന്. ഷീ ഡിസേർവ്സ് റീ എൻട്രി. ജിസേൽ രണ്ടാമത് വരണം എന്നാണ് പറയുന്നത്. റീ എൻട്രി. അവരൊരു വിന്നറിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതേ നടക്കൂ. അതാണ് സത്യം എന്ന് ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. ജിഷിൻ പോയി, അഭി പോയി, ഇപ്പോൾ ജിസേലും പോയി. സംഗതി ശരിയാണ്. ജിസേൽ അവിടെ ഒന്ന് ഓഫായിരുന്നു. ജിസേൽ തന്നെ പറയുന്നുണ്ട്. ഓഫായിരുന്നു പറഞ്ഞാൽ കള്ളു കുടിച്ച് ഓഫാവുന്നതിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യത്തിലേക്ക് അവിടെ ആദില പോയില്ല ഗൈസ്. ഞാനേ ഇതിലുള്ള കാരണം നിങ്ങൾക്ക് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ആദില എവിക്റ്റ് ആവാണ്ട് അവിടെ നിന്നു. ജിസേൽ ഔട്ടായി. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ ഗൈസേ. അവിടെ ഫാമിലി വീക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ അവർക്ക് കിട്ടുന്ന വോട്ടിനെ കൃത്യമായി സ്വാധീനിക്കും, വളരെയധികം സ്വാധീനിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നതുകൊണ്ട് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സാധനമാണത്. എന്തപ്പോൾ ഇതിനിപ്പോൾ കൊണ്ടുവരേണ്ട ഇങ്ങനെ ആവശ്യം? ആളുകളെ മക്കാറാക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലി വീക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളൊരു കാര്യം വെച്ചെങ്കിൽ അവിടെ ആദില നൂറ അവരുടെ സ്വന്തം ഫാമിലിയോടെ വരാണ്ടിരുന്നിട്ടും ഇപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ട് എൻ്റെ സ്വന്തം മക്കളാണ്, എൻ്റെ മക്കളാണ്, ഞങ്ങളെ അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സ്നേഹമായി. അവരെ അതിവൈകാരികമായിട്ടും എന്താ പറയുക, ഭാവുകത്വപരമായിട്ടൊക്കെ സ്വാധീനിച്ചു ആളുകളെ. അപ്പോൾ ആദിൽ അവിടെ നിൽക്കട്ടെ തോന്നിയിട്ട് ഒരു കുത്തിയിട്ടുണ്ടാവും വോട്ട്. അല്ലാണ്ട് ആദിൽ അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ജിസേലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിസേലിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ജിസേലിൻ്റെ മമ്മി അവിടെ വന്ന സമയത്ത് നമ്മൾ സാധാരണ ആളുകൾ കണ്ടുപരിചയിച്ച അതിഭാവുകത്വമൊന്നും അതിവൈകാരികതൊന്നും ആ ഫാമിലി വീക്കിലില്ലായിരുന്നു. ഏത് ജിസേലിൻ്റെ മമ്മി വന്നപ്പോൾ, പൊന്നമ്മ വന്നപ്പോൾ. പൊന്നമ്മയാണ്, തങ്കമ്മയാണ്. പക്ഷേ മലയാളികൾക്ക് എന്താ വെച്ചാൽ അവർക്ക് വേണ്ടത് അയ്യോ എൻ്റെ പൊന്നുകെട്ട ജിസേലേ. ജിസേൽ തിരിച്ചു മമ്മി, ഐ മിസ് യു മമ്മി. ഇതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അതൊന്നും അവിടെ സംഭവിച്ചില്ല. അവരുടേതായ രീതിയിൽ എന്താ വെച്ചാൽ ആളുകളുടെ, മലയാളികളുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിട്ടാണ് അവിടെ പെരുമാറിയിട്ടുണ്ടാവുക. അവർക്ക് സ്നേഹമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആളുകൾക്ക് കണക്റ്റ് ആവാൻ പറ്റില്ലായിരിക്കും. ജിസേലിനും മമ്മിക്കും സ്നേഹമില്ല എന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അവർ പറഞ്ഞിങ്ങനെയല്ല ജിസേലും മമ്മിയുടെ അടുത്ത്, മമ്മി എൻ്റെ മേക്കപ്പ് ബോക്സ് എവിടെ? നിങ്ങളെ പട്ടീനെ കൊണ്ട് പോയി മുംബൈക്ക് പോയി, എന്നിട്ട് മേക്കപ്പ് ബോക്സ് കൊണ്ടുവരും, എന്നിട്ട് ഇവരത്ത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ. ആളുകൾ ഇപ്പോൾ എങ്ങനെ എടുക്കുക? ഊഹിക്കാലോ. കുലസ്ത്രീകളും കുലപുരുഷന്മാരുള്ള ആൾക്കാർ, കുലസ്ത്രീകൾ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് സീരിയലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കണ ആളുകളെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ അവരെ ഞാൻ ചിന്തിക്കേണ്ടായിരിക്കുക. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, പെട്ടെന്ന് കണക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അവരെന്താ വിചാരിക്കേണ്ടായിരിക്കുക? അപ്പോൾ അതിലേക്ക് വോട്ട് കുത്തിയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ഇവർക്ക് വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ ഗൈസേ ജിസേലിന്? കണ്ട അത്രയും കാലത്തിന് ശേഷം 10-60 ദിവസത്തിന് ശേഷം ജിസേൽ ആ മമ്മീനെ കാണുകയാണ്. എന്നിട്ട് അവൾ എന്ത് പൊന്നരങ്ങളി കളിക്കണത്, സ്നേഹമില്ലാത്ത ദുഷ്ടത്തി എന്നാവും. ഇങ്ങനെ പൊക്കിക്കൊണ്ട് നിട്ടും താഴ്ത്തി കിട്ടും. ഇപ്പം അനീഷുമായിട്ടൊക്കെ കണ്ണാ തുമ്പി പോരാ മോലെ ആ വൈപ്പൊക്കെ പോയിട്ടുണ്ടാവും നാട്ടുകാരുടെ മൈൻഡിൽ. കാരണം എന്താ? ഫാമിലി വീക്ക്. ആദിലേനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫാമിലി വീക്കാണ് കേസ്. എനിക്ക് തന്നെ തോന്നുന്നത്. ബിഗ് ബോസ് കുറേ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും. ജിസേൽ ഇത്ര പെട്ടെന്ന് പോവേണ്ട ആളായിരുന്നില്ല. എന്തോ ആര്യൻ കരയുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. പാവൂലേ. ഇനി അതും കള്ളക്കണ്ണീരായിട്ട് തോന്നുന്നുണ്ടോ? വി വിൽ മിസ് യു ജിസേൽ, യു ഹാവ് വൺ അവർ ഹാർട്ട്സ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കി. സത്യം ശരിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നുണ്ട്
അതായത് അവൾക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവളുടെ ഡ്രസ്സിങ്, അവളുടെ ഒരു കൾച്ചർ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഗതി. അതായത് അവളുടെ ഭാഷ മലയാളം വൃത്തിയായിട്ടൊന്നും അറിയില്ലായിരുന്നു അവൾക്ക്. പക്ഷേ അപ്പോൾ അവളുടേതായ രീതിയിൽ സംസാരിക്കുന്നിടത്തും ഒക്കെ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ, പക്ഷേ ആളുകൾ അത് സ്വീകരിച്ചു അവളെ. അവൾ ഒരുപാട് ഇമ്പ്രൂവ്ഡായി അല്ലേ. പക്ഷെ എന്താ ചെയ്യുക. ശേ, വേറൊരു കമൻറ്റ് വെക്കുക ഗൈസ്. എന്നെപ്പോലെ ഹോട്ട്സ്റ്റാറിൽ ജിസേലിന് വോട്ട് ചെയ്തവർ ആരൊക്കെയുണ്ട്? ഞാനും വോട്ട് ചെയ്തായിരുന്നു. യു ആർ ജെനുവിൻ, ലവ് യു സോ മച്ച്, യു ഡിസേർവ് മോർ, യു വിൻ ദ മലയാളം ഓഡിയൻസ് ഹാർട്ട്, ബെസ്റ്റ് ഗെയിമർ ആൻഡ് ബെസ്റ്റ് പേഴ്സണാലിറ്റി. അത്രയ്ക്ക് വേണം? അതായത് PR ഇട്ട കമൻറ്റ് തോന്നണം. PR-കളുടെ കമൻറ്റുകൾ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല കേട്ടോ. അതായത് PR-ൻ്റെ കമൻ്റ് ആണോ അല്ലേ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഏകദേശം വൈബ് കണ്ടാൽ മനസ്സിലാവും. ഇതുവരെ ഒരാൾ പോയപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല. ബട്ട് ജിസേൽ, നിങ്ങളെ ഞാൻ എന്നും ഓർക്കും. ലവ് യു ജിസേൽ, എന്നും ഓർക്കും. ഞാൻ ഇത് കാണുന്ന ഇന്നും നിർത്തി. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ജിസേൽ. നല്ല ക്ലാസ് ക്വാളിറ്റി. അത് അടിപൊളി കേട്ടോ, ക്ലാസ്സും ക്വാളിറ്റി. എന്തുവാ ഇത്? ഹൗ ജിസേൽ, ഷീ സോ ജെനുവൈൻ. സാബുമാൻ ലക്ഷ്മി ഉള്ളപ്പോൾ ഹൗ ജിസേൽ ഈസ് എവിക്റ്റഡ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാബുമാ എന്നെ ഒന്നാമത്തെ കാര്യം ഇനി നോമിനേഷനിൽ വന്നാലും പോകാൻ ചാൻസ് ഇല്ല ഗൈസ്. ചിലപ്പോൾ അടുത്ത എവിക്ഷനിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, ബിഗ് ബോസിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. റേറ്റിംഗ് കുറയുന്നൊക്കെ തോന്നുന്ന സമയത്ത് വീണ്ടും ആളുകൾ ഇതിലേക്ക് അടുപ്പിച്ച് റേറ്റിംഗ് കൂട്ടണ്ടേ. അതിന് അടുത്ത നോമിനേഷനിൽ സാബുമാൻ വന്നാൽ ഔട്ടാവാൻ സാധ്യതയുണ്ട് ഗൈസേ. കാരണം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അഭി, ജീഷിൻ, ജിസേ നല്ല ഗെയിമേഴ്സൊക്കെ പോവാണ്. അപ്പോൾ ഇനി ഇവരെ ഒന്ന് കളയാൻ പറ്റില്ല, ഇവർക്ക് വോട്ട് ചെയ്യണം എന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ സാബുവാന് വലിയ വോട്ട് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇതുവരെ സാബുവാൻ നിന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്, സാബുവാൻ അത് വീണ്ടും അതിവൈകാരികത, അതിഭാവുകത്വം. അവൻ സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോൾ ആളുകൾക്കൊരു സങ്കടം തോന്നില്ല, പാവമല്ലേ എന്ന്. ഇനി അവൻ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ലായിരിക്കും. 2 ആഴ്ചക്കുള്ള മുതലേ അവ ആ സാധനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലക്ഷ്മി പോകുമെന്ന് തോന്നില്ല ഗൈസ്. അത് വെറും തോന്നല. സംഭവം എന്താ അറിയോ, ലക്ഷ്മി എന്തു പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്നല്ല, ലാലേട്ടൻ അടക്കമുള്ള ആളുകളെ എല്ലാം അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ച സമയത്ത് അവളെന്താ ചെയ്തത്? അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ആ ധൈര്യത്തിന് ആളുകൾ അംഗീകരിക്കും. പിന്നെ ഹോമോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ്ബിയൻ റിലേഷൻസിനും ഇതൊന്നും ഇഷ്ടമില്ലാത്ത, വെറുക്കുന്ന, അംഗീകരിക്കാത്ത ഇഷ്ടം പോലെ ആളുകൾ ലോകത്തുണ്ട്. അവർ സപ്പോർട്ട് കിട്ടും മലയാളികളുടെ. ലക്ഷ്മിക്ക് ഉണ്ട്, വാൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പുറത്ത്. ലക്ഷ്മി അടുത്തൊന്നും പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതേപോലെ തന്നെ ലക്ഷ്മിയുടെ കുട്ടീനെ അവിടെ കാണിച്ചു കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ലക്ഷ്മിയോട് സഹതാപ തരം ഉണ്ടാവുക, ആ കൊച്ചിനോടും ഒക്കെ. ഇത് ലക്ഷ്മിക്കുള്ള വോട്ടായിട്ട് മാറും. എന്താണ് എനിക്ക് തോന്നുന്നത് കേസ്. അതിന് വേറൊരു കാര്യം, ഓണിയലിൻ്റെ അമ്മച്ചി അവിടെ വന്നിട്ട് എല്ലാവർക്കും ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ചു. ഓണിയലിൻ്റെ അമ്മ ലക്ഷ്മിയുടെ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് നമുക്ക് കാണാട്ടോ എന്ന് അല്ലേ. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഓണിയലിൻ്റെ അമ്മ കുറ്റം പറഞ്ഞു. ഇതൊക്കെ ലക്ഷ്മിക്ക് വോട്ടായി മാറും. അതുപോലെ ഓണിയൽ അവിടെ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും കേട്ടോ. ലക്ഷ്മിക്ക് കൊടുത്തില്ല. പാർഷ്യാലിറ്റി, ലക്ഷ്മിക്ക് വോട്ട് കിട്ടും. അതേപോലെ പുറത്തേക്ക് വന്നിട്ട് ഓണിയൽ വീണ്ടും ലക്ഷ്മിയെ കുറ്റം പറയാൻ തുടങ്ങി. ഇതൊക്കെ ലക്ഷ്മിക്ക് വോട്ടായി മാറും കേസ്. ലക്ഷ്മി അടുത്ത കാലത്ത് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അവൾ ചിലപ്പോൾ ടോപ്പ് 5 വരും. ജിസേലിൻ്റെ എവിക്ഷൻ കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല, പാവം എന്തായാലും. പക്ഷെ അവളത് എത്ര സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് എടുക്കണം നോക്കില്ലേ. ഈ സീസണിലെ കുളങ്കലയ്ക്ക് റിവ്യൂ ചാനൽ വിരോധം കൊണ്ട് നടക്കുന്ന PR കുടുക്കിൽ ഒരു നല്ല പ്ലെയർ പുറത്ത്. ലവ് ഫോർ ജിസൈൽ, റെസ്പെക്ട് ഫോർ ജിസൈൽ. എന്താ ചെയ്യുക ഗൈസ്. ബിഗ് ബോസിൽ എന്താല്ലേ ക്വാളിറ്റിയുള്ള ആൾക്കാരൊക്കെ പോകണം. കുറച്ച് ചവറുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചവറുകൾ എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട് കേസ്. അവരാണ് നോമിനേഷനിലും വരുന്നില്ല അല്ലേ. വോട്ട് കിട്ടും. പക്ഷെ അടുത്ത വട്ടം പോകാനുള്ള ചാൻസ് ഉണ്ട്. സാബുവാൻ പോകാനുള്ള ചാൻസ് ഉണ്ട് കേസ്. ആദില നൂറിനെ ഇവർ കുറച്ചുകൂടി കൊണ്ടുപോകുണ്ടാവും ചിലപ്പോൾ. വേറൊരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഏതാ മാനിപ്പുലേറ്റർ? ബിഗ് ബോസിനെ ആളുകളുടെ ഇമോഷൻസിനെ ക്രഷ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിലും ആൾക്കാർ കണ്ട് ആൾക്കാരെ വെറുപ്പിച്ചിട്ട് മെൻ്റൽ ഹെൽത്തിന് തകർത്ത് ആ ഒരു സാധനമാക്കിയാൽ മതിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആദിലേ നൂറിനെ വെച്ച് നല്ല TRP ഉണ്ടാക്കണം. നല്ല റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ അടുത്തോട്ടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ആദിലേ നൂറിനെ ഒന്നുകൂടി വെറുപ്പിച്ച് അവർ തമ്മിൽ ഒരു കച്ചറയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ കിട്ടി ചിലപ്പോൾ ആദിലേനുണ്ട് കളയുണ്ടാവും. മറ്റേ ജാസ്മിനെ കളഞ്ഞ പോലെ അല്ലേ. ജാസ്മിൻ പോയില്ലേ. അതുപോലെ എന്തെങ്കിലും കളി ഇവർ കളിക്കുന്നുണ്ടാവും. പോകേണ്ടവർ അവിടെ നിൽക്കുമ്പോൾ ഈ എവിക്ഷൻ ഷോട്ട് ചെയ്യില്ല. അല്ല, ജാസ്മിനെ കളഞ്ഞു എന്നല്ല, അവസാന സമയത്ത് എന്താ കാണിച്ചത് നമുക്ക് ഏത് ചോദിക്കാവുന്നല്ലേ ഉള്ളൂ. ജിസേൽ ഫാൻ കെയിം ആസ് അൺനോൺ. അറിയാത്ത ഒരാളെ പോലെ വന്നു. ക്യാപ്ചർ ദ ഹാർട്ട്സ് ഓഫ് മലയാളീസ് വിത്തിൻ നോ ടൈം. അധികം വൈകാണ്ട് തന്നെ മലയാളികളുടെ ഹൃദയം കീഴടക്കി. താങ്ക് യു ഗുണ്ടി. എന്തായാലേ ഗുണ്ടി കേട്ടോ, മാറിപ്പോയത്. എന്തായാലും അവളെ ഗുണ്ടി എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗുണ്ടി എന്നുള്ളവർ. ഞാൻ ഗുണ്ടിയാണ് എന്നുള്ളൊരു സാധനം. പിന്നെ അതേപോലെ തന്നെ അവളവിടെ ഇതുവരെ ഒരു മുണ്ട് എന്തോ ഇട്ടിട്ട് അതിലേക്ക് നടക്കണില്ലേ നെവിൻ്റെ കൂടെ അല്ലേ ഒന്ന് കയ്യും പിടിച്ചിട്ട്. അത് ഓർമ്മ വരുന്നു. കണ്ണാ തുമ്പി പോരാമോ, അത് ഓർമ്മ വരുന്നു. പാവം.
ഛേ എന്താ ചെയ്യുക. ജിസയിൽ പോയിന്ന് ഇന്നലെ തന്നെ ആളുകൾ ഇങ്ങനെ പറയേണ്ടത് എന്തായാലും ബിഗ് ബോസ് എന്ത് ശോകമാണ്, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് യൂട്യൂബേഴ്സിന് കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം എന്തൊക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു ജിസയിൽ പോയിന്ന്, പക്ഷെ നമ്മുടെ മൈൻഡിൽ നല്ലൊരു സാധനം ഉണ്ടായിരുന്നു, അതിലാണ് പോകാൻ ചാൻസ്, ജിസയിൽ പോകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ. പക്ഷെ അത് കൺഫേം ആയി. എന്താ ചെയ്യുക ഗൈസ്, ഞാൻ ഈ വീഡിയോ 2 വട്ടം റെക്കോർഡ് ചെയ്താൽ, പക്ഷേ എന്താ കാര്യം അറിയോ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ എന്തെങ്കിലും കുത്തി കൊടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ എന്തോ പൂപ്പൽ എന്തോ കയറിയുന്നുണ്ട് ഗൈസ്, മൈക്കില്ല. എന്താ ചെയ്യുക. അപ്പോൾ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളയാൻ വരുന്നത്, റെഡി ആവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവുക. എന്നിട്ട് ഞാൻ ഒരു മൈക്കിൻ്റെ പ്രശ്നം വെച്ച് 2 മൈക്ക് കൂടി കുത്തി കൊടുത്തിട്ടൊക്കെ നോക്കി, ശരിയാവണില്ല. 2 വട്ടം റെക്കോർഡ് ചെയ്തു, 2 വട്ടം പോയി. ഇത് 3ാമത്തെ വട്ടമാണ്. അപ്പോൾ മൈക്കില്ലാണ്ടാണ് കേട്ടോ, സൗണ്ട് ശരിയാണോ എന്താ അവസ്ഥ എന്നറിയില്ല. നിങ്ങളെ സ്വഭാവം നിങ്ങൾക്ക് വിജയം കൊണ്ടുതരും, വിഷമിക്കേണ്ട. നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞവർക്ക് കർമ്മ എന്നൊന്നുണ്ട്, അത് കിട്ടാതെ പോവില്ല, നന്മ വരട്ടെ എന്നും. ജിസേലിൻ്റെ നിങ്ങൾ കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് പറ്റിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ജിസേലിന് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയില്ല. ജിസേലിന് മാത്രമൊന്നുമല്ല കേട്ടോ, ജിസേലിന് നെവിനൊക്കെ കൊടുക്കുന്നുണ്ട്, അനീഷിനും അനുമോൾക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോൾക്കൊന്നും ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല, അനുമോൾക്ക് 1 വോട്ട് കുടുംബ പ്രേക്ഷകരൊക്കെ കൊടുക്കും. ജിസേലിന് അവിടെ വേണമായിരുന്നു, ജിസേലിനെ പോലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണമായിരുന്നു ഗൈസ്. ബിഗ് ബോസ് കാണൽ നിർത്തി, കൺഫേംഡ്, ഹോട്ട്സ്റ്റാർ ഡിലീറ്റഡ്. അയ്യോ, ഓട് പോയതുകൊണ്ടാണ് ജിസേൽ ബിഗ് ബോസ് ഇനി കാണില്ല എന്നൊക്കെ, അങ്ങനെ കുറേ കമൻറ്റുകൾ വന്നിട്ട് കേട്ടോ, ബിഗ് ബോസ് ഇനി കാണില്ല ജിസേൽ പോയിന്ന്. ജിസേൽ ഒരുപാട് ഇഷ്ടം മാത്രം, ഇത്രയും ബ്രേക്കായ ഒരു എവിക്ഷൻ, തീർത്തും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പ്ലെയേഴ്സ് നിൽക്കുമ്പോൾ ജിസേൽ പോയത് തീർത്തും അൺഫെയർ ആയ എവിക്ഷൻ. ജിസേൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു, ബിഗ് ബോസ് കാണാൻ നിർത്തി ഞാൻ എന്നൊക്കെ. അല്ല ഗൈസ്, അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ജിസേൽ പോയത് ഒരു അടിയായി ഗൈസ്. എന്തായാലും ഇനി ബിഗ് ബോസ് എന്ത് ചെയ്യണമെന്ന് നോക്കാമല്ലോ. ശരിക്കും ഇത് ബിഗ് ബോസ് ഇനി കാണൂല എന്ന് പറഞ്ഞ ആൾക്കാർ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്തായാലും ജിസേൽ മുത്തുമണി, വി വിൽ മിസ് യു, അറ്റ്ലീസ്റ്റ് ഐ വിൽ മിസ് യു. ഈ ചങ്കിൽ കുത്തിയിട്ടാണ് പോയത്. ഇതിൽ മലയാളികളുടെ ചങ്ക് പൊട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെയും ചങ്ക് പൊട്ടി. ബട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്, എനിക്ക് നമ്മളുടെ മലയാളി ഓഡിയൻസിന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് എൻ്റെ ഇവിടെ വരുന്ന ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളായിരുന്നു, എന്നുവെച്ചാൽ ഒരു കണക്ഷൻ വേണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ. നമ്മുടെ അടുത്ത് ഓഡിഷനും പറഞ്ഞു. ബട്ട് ഇൻ ദ 64th day 14th eviction. കുഴപ്പമില്ല, you had a eventful 64 days, right? Was that an unfair eviction? ജിസേലിന്റെ ക്ലാസ് ഇവിടെ കാണണം കേട്ടോ കേസ്, നോക്കിക്കോ. അൺഫെയർ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നും അൺഫെയർ ആണെങ്കിലും ഓഡിയൻസ് പ്രേക്ഷകർ അവർക്കറിയാം ഫെയർ ആണ് അൺഫെയർ. നമ്മൾ ആരുമല്ല അങ്ങനെ പറയാൻ ഫെയർ ആണ് അൺഫെയർ ആണ്. നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മൾ സ്ട്രോങ് ആണ്, പക്ഷെ അവർക്കറിയാം നമ്മൾ സ്ട്രോങ് ആണോ ഇല്ലേ, നമ്മൾ ഡിസേർവിംഗ് ആണോ ഇല്ലേ. അത് പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഐ തിങ്ക് ഐ എം ഡിസേർവിംഗ്. എന്നെക്കാട്ടും കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു, അവർ കോണ്ടന്റ് തരത്തില്ലായിരുന്നു. പക്ഷെ ഐ തിങ്ക് എന്തായിരിക്കും ജിസേലിന്, like you know that നമ്മൾ കംപ്ലീറ്റ്ലി വോട്ടിംഗ് ആണ്, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ജിസേലിന്റെ വോട്ട് എവിടെയാ കുറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു മേ ബി ലാസ്റ്റ് 1 week or 2 weeks I was a little down. I won't say down but little off. Okay. ഇതിന്റെ കാരണം ഗൈസ്, നമ്മുടെ വീഡിയോ തുടങ്ങേണ്ടത് ഇവിടെ ഈ പോയിന്റ് എന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ജിസേൽ അവിടെ ഓഫ് ആയിട്ടുണ്ടാവുക? കുറച്ച് ഓഫായിരുന്നു പറഞ്ഞു 2 ആഴ്ചയായിട്ട്. വൈ? കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ഗൈസ്. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.